എല്ലാവർക്കും നമസ്കാരം. പാലക്കാടുള്ള കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ഫിറോസ് ചുറ്റിപ്പാറ എന്നയാളെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. അതുപോലെ ഇങ്ങ് മധ്യ കേരളത്തിൽ ഭക്ഷണങ്ങൾ നന്നായി പാകം ചെയ്യുന്ന ഒരാളെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ടു ഫ്ലിക്സ്. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഒരു അടിപൊളി കോട്ടയം സ്റ്റൈൽ തലക്കറിയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. 8 മണി കഴിയാതെ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാത്ത ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് മീൻതല തിരക്കി കോട്ടയം ഫിഷ് മാർക്കറ്റിലേക്ക്. ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്നാലും വെറുതെ ആയില്ല. വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു വറ്റത്തിലെ ഒത്തു കിട്ടി. ഇവനെ ഇനി അജയ് ചേട്ടൻ കറിയാക്കുന്നതാണ് നമ്മുടെ ഈ വീഡിയോയുടെ മെയിൻ സംഗതി. ആ കാഴ്ചകളിലേക്ക്. ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന അജയ് ചേട്ടൻ മാന്നാനം. അജയ് ചേട്ടാ, നമ്മൾ ഇന്ന് എന്നാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ഒരു വറ്റയുടെ തലയാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ നല്ല എരിവും പുളിയും ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് വറ്റിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ കറി വെക്കുന്നതിന് മുമ്പായിട്ട് ഇവനൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിനായിട്ട് അതിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് നമുക്ക് ചെത്തി കളയാവേ. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ബ്ലഡൊക്കെ ഒരുപാട് കോട്ട് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ഒരു 5 തവണ കഴുകിയെടുക്കണം. അപ്പോൾ നല്ല നീറ്റാകും. ഇത് ഇപ്പം ഉപ്പിട്ട് തന്നെ കഴുകണമെന്നല്ല, നമുക്ക് വിനാഗിരി ഇട്ടും ഇത് നമ്മളെ വൃത്തിയായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കഴുകിയെടുക്കാവുന്നതാണ്. ഇത് ഈ വെള്ളം എടുക്കുന്നതാണെമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് തോട്ടിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണെന്ന്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കിണറ്റിൽ നിന്ന് കോരി എടുത്തുകൊണ്ട് വരുന്ന നല്ല ശുദ്ധമായ ജലമാട്ടോ നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മളിവനെ അവസാനവട്ട കഴുകാണ്. 5ാമത്തെ പ്രാവശ്യം നമ്മൾ കഴുകി ഇവനെ മാറ്റി വെക്കുവാണ്. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി കിടക്കുവാണ്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ആദ്യം ഉലുവ ഇടുന്നു. അതിനുശേഷം കടുകിടുന്നു. പിന്നീട് നമ്മളിവിടെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാം ഇവിടെ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതും കൂടി അതിനായിട്ട് ഇടുവാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് പൊടികളൊക്കെ ഇടണം. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുന്നതിന് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് അടിയിപ്പിക്ക് കരിയാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ മൂത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കറിവേപ്പിലയുടെയൊക്കെ കിരീരാന്നുള്ളൊരു സൗണ്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്ന്. ഇതിപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കണം. നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പിരിയമുളക് പൊടിയാണ്. നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചേക്കുന്നത് പിരിയമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനമാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമ്മളിതിനകത്ത് കുടംപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കണം. കുടംപുളി ഉപ്പും വെള്ളവും ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അതിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിക്കും. നമ്മൾ ഇത് മൂത്ത് ചൂടായി കഴിയുമ്പോൾ ശേഷം നമുക്ക് ബാക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. തലയാണ്, അപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് നമുക്കത് പറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല നമുക്ക്. ബാക്കി ഇനി പുളി നോക്കിയിട്ട് പോരായ്മയുള്ള പുളി നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ തലയ്ക്കകത്തോട്ട് നമ്മൾ ഈ ഗ്രേവി അങ്ങോട്ട് ഒഴിക്കുക. നമ്മുടെ ഉരുളിയെ പറ്റി പിടിച്ചിരിക്കുന്ന ആ മസാലയൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകി ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കുക. ഇതിപ്പം ഗ്രേവി എല്ലായിടത്തും വരാനായിട്ട് പിന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കറക്കിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് അങ്ങോട്ട് വേവിക്കാം. ഈ പാചകം ചെയ്യുന്ന വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് കooroppadയിലുള്ള അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗത്താണ്. നമ്മൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നമ്മൾ ഈ സംഭവം ഷൂട്ട് ചെയ്തിരിക്കുന്നത്.
ഇതിനെ എന്തോ അപ്പൊ നമുക്ക് ഇവൻ എവിടം വരെ ആയെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓക്കെ തിളച്ച് നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട്. നമുക്ക് ഇതിനൊന്ന് മറിച്ചിടണം, ഒന്നുകൂടെ എന്നിട്ട് മൂടി വെക്കണം. അതിന് മുമ്പ് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, ഉപ്പോ പുളിയൊക്കെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ഈ അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് ചേർക്കണം. ഇപ്പോൾ ലേശം ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, നമുക്ക് അതുകൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ തല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി ഉള്ളത് ഒന്ന് പറ്റിച്ചെടുക്കണം. നമ്മുടെ തലക്കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അടുപ്പം താത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുറച്ച് കൂട്ടുകാരും ഇവിടെ നമ്മുടെ ഈ പാചകം ചെയ്യുന്നത് കാണാനായിട്ട് കുറച്ച് നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അവർക്കൊക്കെ ഒന്ന് കൊടുത്ത് ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് നമുക്ക് അവരോടൊന്ന് ചോദിച്ചാൽ. എന്തായാലും കഴിച്ചവരൊക്കെ കുഴപ്പമില്ല, തെറ്റില്ലാത്ത അഭിപ്രായം നാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുപ്പേന്ന് ഇറക്കി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കോട്ടയം സ്റ്റൈലുള്ള തലക്കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ കപ്പയുടെ പുഴുങ്ങുവാണ്. അപ്പോൾ കപ്പ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് തലയും കപ്പയും കൂട്ടി കഴിക്കാം. നമുക്ക് നേരെ ഒരു വാഴയില സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിനകത്ത് ഇടാം. നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യുവാണ്. നടുക്കോട്ടങ്ങ് വെക്കാം. നടുക്കോട്ട് ഒരു സാധനവും പോകത്തില്ല, ചാറൊന്നും പോകത്തില്ല. നല്ല തിക്ക് ഗ്രേവി ആയതുകൊണ്ട് ഒഴിയൊന്നും പോകത്തില്ല. നമുക്ക് അടിപൊളിയായിട്ട് ഇതിനകത്ത് ഈ കപ്പയ്ക്കാണ് കേട്ടോ. കപ്പ റെഡി ആകുന്നുണ്ട്, ഇപ്പോൾ വരും കപ്പ. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന നല്ല കപ്പ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കപ്പ കൂട്ടി തലക്കറി അങ്ങോട്ട് കഴിക്കാം. അങ്ങനെ നമ്മുടെ കോട്ടയം സ്റ്റൈൽ തലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നീ തന്നെ അങ്ങോട്ട് ആദ്യം തന്നെ കഴിക്കുക. തലക്കറി വെച്ച് എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ചെറുതായെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ നൽകി സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി, ചാരേ കൺ തുറന്നതു സുവർണ താരകം.